ആസിഫ് അലിയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത ആഭ്യന്തര കുറ്റവാളി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. തിയേറ്ററുകളിലെത്തി 4 മാസത്തിന് ശേഷമാണ് OTT-യിൽ എത്തുന്നത്. C5-ലൂടെ ഒക്ടോബർ 17 മുതൽ ചിത്രം സ്ട്രീം ചെയ്യും. സിദ്ധാർത്ഥ് ഭരതൻ, ജഗദീഷ്, തുളസി, ശ്രേയ രുക്മിണി, ഹരിശ്രീ അശോകൻ, അസീസ് നെടുമങ്ങാട്, ആനന്ദ് മന്മഥൻ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ലോഹിതദാസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി ഭരതൻ സംവിധാനം ചെയ്ത ചിത്രമായ അമരം 34 വർഷത്തിന് ശേഷം തിയേറ്ററുകളിൽ വീണ്ടും എത്താൻ പോകുന്നു. 4K ഡോൾബി അറ്റ്മോസിലാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിലെത്തുന്നത്. 1991 ഫെബ്രുവരി 1 അമരത്തിന്റെ തിയേറ്ററുകളിലേക്കുള്ള പ്രവേശം. മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിത പശ്ചാത്തലത്തിൽ വൈകാരിക നാടകീയതയുമായി എത്തിയ അമരം തിയേറ്ററിൽ വലിയ വിജയമായിരുന്നു. 200 ദിവസത്തോളമാണ് അമരം കേരളത്തിലെ തിയേറ്ററുകളിൽ തിരയടിച്ചത്. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ? സൂര്യയെ നായകനാക്കി ലിംഗുസ്വാമി ഒരുക്കിയ സംഘട്ടന ചിത്രമായ അഞ്ചാൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്നു. നവംബർ 28 ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നിർമ്മാതാക്കളായ തിരുപ്പതി ബ്രദേഴ്സാണ് വീണ്ടും ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നതിൻ്റെ വാർത്ത പുറത്തുവിട്ടത്. യഥാർത്ഥ പതിപ്പിൽ നിന്ന് വ്യത്യസ്തമായി ചില രംഗങ്ങൾ മുറിച്ചു മാറ്റിയ രീതിയിലായിരിക്കും തിയേറ്ററുകളിൽ വീണ്ടും എത്തുക. വിദ്യുത് ജംവാൽ, സാമന്ത, മനോജ് ബാജ്പേ, സൂരി മുരളി ശർമ്മ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വേട്ട് സത്തം കേട്ട ഉടനെ പായ്ന്ന് പറക്കറങ്ങാണ് പുറാവ. നിന്നെ നിദാനമായി ഇറയെ തൂക്കിട്ട് പോറ കഴുകിട. കേട്ടാ தெரியும் சொன்ன ராஜு 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 நாய் ராஜு भाई ലോകത്തിലെ ആദ്യ AI ചിത്രമെന്ന് അവകാശപ്പെടുന്ന ലവ് യു തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുന്നു. ചിത്രീകരണം പൂർത്തിയായ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തു. 13 ഗാനങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിർമ്മിക്കുന്ന ചിത്രം നല്ല ഒരു വിനോദ ചിത്രമായാണ് പ്രേക്ഷകരുടെ മുന്നിലെത്തുക എന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നു. റോഷിക എന്റർപ്രൈസസിന്റെ ബാനറിൽ പവൻകുമാർ നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം A. നാരായണമൂർത്തിയാണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. പക്ഷെ എന്നാണെന്ന് അറിയില്ല. എന്തിന് ഇന്ന് പോലും ഒരുപക്ഷെ വന്നേക്കാം. പക്ഷെ അത് ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല. അത് വരുമ്പോൾ ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. നിരവധി ചലച്ചിത്രങ്ങളുടെ PRO ആയി പ്രവർത്തിച്ച ഷെജിൻ നായകനായി എത്തുന്ന നിഴൽ വ്യാപാരികൾ എന്ന സിനിമയുടെ പ്രിവ്യൂ നടന്നു. ചിത്രത്തിൽ ഫുഡ് ഇൻസ്പെക്ടർ സതീശൻ എന്ന ശക്തമായ കഥാപാത്രത്തെയാണ് ഷെജിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. വാലപ്പൻ ക്രിയേഷൻസിന്റെ ബാനറിൽ ഷാജു വാലപ്പനാണ് ചിത്രത്തിന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ജാതി വിവേചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ ഡോക്ടർ അനശ്വര, ഷാജു വാലപ്പൻ, ജോസ് മാമ്പുള്ളി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിദ്ദിഖ് പറവൂരാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത്. തമിഴിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ പ്രദീപ് രംഗനാഥന്റെ ഏറ്റവും പുതിയ ചിത്രം ഡ്യൂഡ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ചിരിക്കുകയാണ് E4 എന്റർടൈൻമെന്റ്സ്. ദീപാവലി റിലീസായി ഒക്ടോബർ 17 ചിത്രം തിയേറ്ററിലെത്തുന്നത്. അമിത ബൈജുവാണ് ചിത്രത്തിലെ നായിക. സായ് അഭ്യങ്കർ ഈണമിട്ട് ചിത്രത്തിലേതായി ഇറങ്ങിയ പാട്ടുകളെല്ലാം തന്നെ ഇതിനകം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. தேவதாஸ் சார், நீங்க ஏன் இவ்வளவு எனக்கு பண்றீங்க? என் மூச்சவ பேச்சவ பேர் சொல்லும் அழகவ எனக்குள்ள